ഇനി നാം നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള വർക്ക്ഷോപ്പല്ല, മറിച്ച് ട്രാൻസ്ഫോർമേഷൻ സാധ്യമാക്കാനുള്ളതാണ്. ട്രാൻസ്ഫോർമേഷൻ സാധ്യമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ വർക്ക്ഷോപ്പിൽ നാം പരിചയപ്പെടുത്തുന്ന ഗ്രോത്ത് വർക്കുകളും നിങ്ങൾക്ക് ഓരോ ദിവസം നൽകുന്ന ആക്ടിവിറ്റികളും. നിങ്ങൾ ഈ ഒരു വർക്ക്ഷോപ്പിന് വേണ്ടി ഒരു 100 പേജിൻ്റെ നോട്ട് ബുക്കുകൾ മാറ്റിവെക്കാനുണ്ട്. എന്നിട്ട് ഈ പറയുന്ന ഓരോ ഗ്രോത്ത് വർക്കുകളും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, എഴുതുക തന്നെ ചെയ്യണം. നിങ്ങൾ ഗ്രോത്ത് വർക്ക് ചെയ്തതിന് ശേഷം അത് ചെയ്തു എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ അത് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യണം. അത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ തുടരാനുള്ള നിർബന്ധമായൊരു നിയമമാണ്. എങ്കിലേ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ സാധ്യമാവുകയുള്ളൂ. ഞാൻ എൻ്റെ വിലപ്പെട്ട സമയവും നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയവും ചെലവഴിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഉപകാരം ലഭിക്കണമെങ്കിൽ ഇതിലുള്ള ഗ്രോത്ത് വർക്കുകൾ നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ ഈ വർക്ക്ഷോപ്പിനും മറ്റുള്ള വർക്ക്ഷോപ്പിനും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇത് തന്നെയായിരിക്കും. എത്രയോ വർഷങ്ങളായി നാം തുടർന്ന് പോരുന്ന നമ്മുടെ തോട്ട് പാറ്റേൺ, അതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നാം ഗ്രോത്ത് വർക്ക് അത് എഴുതുക തന്നെ വേണം. അതിന് ഇങ്ങനെയുള്ള ഗ്രോത്ത് വർക്കുകൾ തന്നെ അനിവാര്യം. ഞാൻ ഈ പറയുന്നത് വെറുതെ അല്ല. എൻ്റെ വാക്കുകൾ ജസ്റ്റ് ഒന്ന് കേട്ട് നിങ്ങൾ ഒന്ന് എഴുതി നോക്കൂ. ഇത് ഒരുപാട് പേരുടെ മാറ്റങ്ങൾക്ക് സാക്ഷി വഹിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേനയെടുത്ത് ഇന്ന് തന്നെ ഈ പറഞ്ഞ ഗ്രോത്ത് വർക്കുകൾ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഒരുപാട് കേട്ട് നിർബന്ധിക്കുകയാണ്. ഇത് നിങ്ങൾക്കുള്ള മാറ്റങ്ങളാണ്. നിങ്ങളുടെ ചിന്ത മാറിയാൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ ജീവിതം മാറിയാൽ നിങ്ങളുടെ ചുറ്റുപാട് മാറും. നിങ്ങളുടെ കുടുംബം മാറും. നാം ഒരു വിഷയം എഴുതുന്ന സമയത്ത് നാം അറിയാതെ ഒരുപാട് പ്രോസസ്സുകൾ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നുണ്ട്. അതിനാൽ എല്ലാവരും നിർബന്ധമായി എഴുതണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗ്രോത്ത് വർക്കിലോട്ട് പ്രവേശിക്കാം. നിങ്ങൾ ഇപ്പോൾ മുതൽ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുകയാണ്. അഥവാ എന്തെല്ലാം ചിന്തകളാണ് ഓരോ ദിവസവും എന്നിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം ചിന്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ കടന്നു വരാറുള്ളത്. ശരാശരി ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ദിവസം തന്നെ 40,000 മുതൽ 60,000 ചിന്തകൾ വരെ കടന്നു വരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിൽ 80%, 80% റിപ്പീറ്റേറ്റീവ് ആയിരിക്കും. ഇവ പൂർണ്ണമായും റെക്കോർഡ് ചെയ്തു വയ്ക്കുക എന്നത് സാധ്യമല്ല. എങ്കിൽ കൂടി നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകളെ നമുക്ക് താൽക്കാലികമായി ഒന്ന് നിരീക്ഷിക്കുക തന്നെ വേണം. ആ നിരീക്ഷിച്ചതിന് ശേഷം അതിനെ നമുക്ക് എഴുതി വയ്ക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നാം നിരീക്ഷിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നാം എഴുതി വയ്ക്കുന്നത്? നിരീക്ഷണ വിധേയമാകുമ്പോഴാണ് നമുക്ക് അവെയർനെസ് ലഭിക്കുന്നത്. അവെയർനെസ് പ്രൊസീഡ് ചേഞ്ച്. തിരിച്ചറിവുകൾ ലഭിക്കുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക. ചേഞ്ച് യുവർ തോട്ട്, ചേഞ്ച് യുവർ ലൈഫ്. നമ്മുടെ ചിന്തകൾ മാറിയാൽ ജീവിതം മാറും. അങ്ങനെ നമുക്ക് ചിന്തകൾ മാറണമെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു അവെയർനെസ് ലഭിക്കണം. അവെയർനെസ് ലഭിക്കണമെങ്കിൽ ഗ്രോത്ത് വർക്ക് ചെയ്യണം. ഒരു രോഗി താൻ രോഗിയാണെന്ന് തിരിച്ചറിഞ്ഞാലാണ് അയാൾ ഡോക്ടറെ സമീപിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധനാവുക. എനിക്ക് പനിയുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് അയാൾ ഡോക്ടറെ കാണണം എന്ന തയ്യാറെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തിരിച്ചറിവുകളാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിനാൽ നാം നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുന്നു. സാധാരണ എന്തെല്ലാം ചിന്തകളാണ് നമുക്ക് വരാറുള്ളത്. എന്നിട്ട് സാധാരണ ഒരു നോട്ട്ബുക്ക് എടുത്ത് സാധാരണ നമുക്ക് വരാനുള്ള ചിന്തകളെ ഒന്ന് കുറിച്ച് വയ്ക്കുക. അതിനായി നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് തോട്ട്സ് എന്നൊരു ഹെഡ്ലൈൻ കൊടുത്ത് അതിൽ നിങ്ങൾക്ക് സാധാരണ വരാറുള്ള ചിന്തകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും ന്യൂട്രൽ എന്നും നിങ്ങൾ വേർതിരിച്ച് എഴുതി വയ്ക്കുക. ഒരു കോളത്തിൽ പോസിറ്റീവ്, ഒരു കോളത്തിൽ നെഗറ്റീവ്, ഒരു കോളത്തിൽ ന്യൂട്രൽ എന്ന് 3 കോളങ്ങളാക്കി വേർതിരിക്കുക. നിങ്ങൾക്ക് സാധാരണ വരാറുള്ള ചിന്തകളെ ഏതൊക്കെ പോസിറ്റീവ് ഉണ്ട്, ഏതൊക്കെ നെഗറ്റീവ് ഉണ്ട്, ഏതൊക്കെ ന്യൂട്രൽ ഉണ്ട് എന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്രവൃത്തികളല്ല എഴുതേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്തകളാണ്, നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ചിന്തകളെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇന്ന് രാവിലെ ഞാൻ എണീറ്റത് മുതൽ എൻ്റെ മനസ്സിൽ ഒരുപാട് ആയിരക്കണക്കിനുള്ള ചിന്തകളുണ്ട്. എണീറ്റത് മുതൽ നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ 60,000 ചിന്തകൾ, 60,000-ൽ പരം ചിന്തകൾ ഒരാളുടെ മനസ്സിൽ, ഒരാളുടെ ചിന്തയിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കടയിൽ പോകണം, ജോലിക്ക് പോകണം, പള്ളിയിൽ പോകണം, മദ്രസയിൽ പോകണം, മക്കളെ സഹായിക്കണം, അയൽപ്പക്കങ്ങളെ സഹായിക്കണം, അയൽപ്പക്കക്കാരോട് സംസാരിക്കണം, ഹോസ്പിറ്റലുകളിൽ പോകണം, മറ്റുള്ളവരെ ചീത്ത പറയണം, മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ട്. ഈ ഒരു വർക്ക്ഷോപ്പിലെ ക്ലാസ്സുകൾ കേൾക്കണം, പുസ്തകം വാങ്ങണം, അതിന് നോട്ടുകൾ തയ്യാറാക്കണം, പേന എടുക്കണം, അത് കേൾക്കണം, അത് ഇരിക്കണം, അത് എഴുതണം, എഴുതി വെക്കണം. ഇതെല്ലാം നമ്മുടെ ചിന്തകളാണ്. ഈ ചിന്തകളെ നമുക്ക് പോസിറ്റീവായും നെഗറ്റീവെന്നും ന്യൂട്രൽ എന്നും പറഞ്ഞുകൊണ്ട് വേർതിരിച്ച് എഴുതാൻ ശ്രമിക്കുക. ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ഗ്രോത്ത് വർക്ക്. ഈ ഗ്രോത്ത് വർക്കാണ് എല്ലാ ഗ്രോത്ത് വർക്കുടെയും ബേസിക്. അതുകൊണ്ട് നിങ്ങൾ ഇത് കൃത്യമായി ചെയ്യണം. ഇത് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൃത്യമായ അവെയർനെസ് ലഭിക്കാനുണ്ട്. എത്രത്തോളം പോസിറ്റീവ് തോട്ട്സുകളുണ്ട്, എത്രത്തോളം നെഗറ്റീവ് തോട്ട്സുകളുണ്ട്, എത്രത്തോളം ന്യൂട്രൽ തോട്ട്സുകളുണ്ട് എന്ന് നമുക്ക് അവെയർനെസ് ലഭിക്കുന്നത് ഈ ഒരു ഗ്രോത്ത് വർക്കിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൃത്യമായി ഗ്രോത്ത് വർക്കുകൾ ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് താങ്ക് യു ഡിയേഴ്സ്.